നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയർ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. നമ്മുടെ വീഡിയോ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ കാണാറുണ്ട്. അവരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ കുടുംബസമേതം നാട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഒരുപാട് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാഹനം നോക്കാൻ ആരെയെങ്കിലുമൊക്കെ ഏൽപ്പിക്കാറില്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കേടുപാടുകൾ വരാതിരിക്കാനും നമ്മളൊരാളെ ഏർപ്പാടാക്കും, അല്ലേ? വാഹനത്തിൻ്റെ കാര്യം നോക്കാൻ നമുക്ക് ആളുകളെ ഏൽപ്പിക്കാം. പക്ഷേ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് പെട്ടെന്നൊരു മരണം തന്നെ സംഭവിച്ചെന്നിരിക്കട്ടെ, ആ സമയത്ത് നമ്മുടെ കുടുംബം നോക്കാൻ ആരെയെങ്കിലും ഏൽപ്പിക്കാൻ സാധിക്കുമോ? കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണം, പിന്നെ കുടുംബത്തിൻ്റെ ചിലവുകൾ, ഇതിനെല്ലാം കൂടെ കുറഞ്ഞത് ഒരു 60-80 ലക്ഷം രൂപയെങ്കിലും വേണം. ഈ വലിയ തുക നമ്മൾ ഏൽപ്പിച്ച ഒരു വ്യക്തി വന്ന് അവർക്കായിട്ട് ചിലവാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുടുംബത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളത്. പ്രവാസികളെ സംബന്ധിച്ച് മാസം വെറും 800 രൂപയോ 1000 രൂപയോ ഒക്കെ വളരെ ചെറിയൊരു തുകയായിരിക്കാം. പക്ഷേ നാട്ടിൽ വന്ന് ഈ ചെറിയ തുകയ്ക്ക് 2 കോടി രൂപയുടെ കവറേജ് വരുന്ന ടേം പ്ലാനുകൾ നിങ്ങൾക്ക് എടുത്തു വെക്കാനാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 30% മുതൽ 50% വരെ ചിലവ് കുറവിൽ നിങ്ങൾക്ക് എടുത്തു വെക്കാനാകും. നിങ്ങളുടെ പ്രൊഫൈലിന് അനുയോജ്യമായ ഏതെല്ലാം കമ്പനികളാണ് ടേം ഇൻഷുറൻസ് തരുന്നതെന്നും നിങ്ങൾക്ക് എത്ര രൂപയുടെ കവറേജ് വരെ ലഭിക്കും എന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നാളെ നമ്മളില്ലാത്ത ഒരവസ്ഥ വന്നാൽ കുടുംബത്തിന് മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടാനുള്ള അവസ്ഥ വരരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വലിയ തുക ഉറപ്പാക്കുന്ന ഇത്തരം ടേം ഇൻഷുറൻസ് എന്തായാലും നിങ്ങൾ എടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജീപ്പ് കോമ്പസിൻ്റെ ഉടമയെ പരിചയപ്പെടാം. നമസ്കാരം. ശില്പ. എന്ത് ചെയ്യും ശില്പ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ബാംഗ്ലൂരാ വർക്ക് ചെയ്യുന്നത്. അമീഡീസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. കേട്ടിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ കൊച്ചി സ്ഥിരം ഓടുന്നുണ്ടോ ജീപ്പ്? ഇല്ല, ഇതിപ്പോ ഞങ്ങള് 2 തവണ പോയി വന്നായിരുന്നു. ഇതിപ്പോ നാട്ടിൽ തന്നെ കിടക്കുന്നത്. കാരണം ഞാനിപ്പോ PG-യിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ വണ്ടി കൊണ്ടിടാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ തന്നെ. ഇവിടെ നാട്ടിൽ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്? ഹസ്ബൻഡ് നാട്ടിൽ തന്നെ. IT തന്നെയാണോ? IT തന്നെ. എത്ര കാലം ജീപ്പ് എടുത്തിട്ട്? ജീപ്പ് എടുത്തിട്ട് ഇപ്പൊ 6 മാസം ആവുന്നുള്ളൂ. 6 മാസം ആവുന്നുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇന്നലെ കൂടെ ജീപ്പിന്റെ ഡീലർഷിപ്പിൽ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറയായിരുന്നു, ഈ ജീപ്പ് എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് ഒരേ മോഡൽ തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാരുടെ മനസ്സിലുണ്ടോ എന്നൊരു സംശയം ഞാൻ അവിടെ തന്നെ ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ, ഇഷ്ടംപോലെ മോഡലൊക്കെ വന്നിട്ട് നിങ്ങൾ ജീപ്പ് വേണമെന്ന്? അല്ല, എനിക്ക് ആക്ച്വലി ജീപ്പ് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഇപ്പത്തെ ഒരു വണ്ടി ഉള്ളത് എനിക്ക് ആയിട്ടുണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ എന്താ പറയാ, ഒരെണ്ണം പുതിയത് എടുക്കണം എന്ന് വന്നപ്പോ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ടൈഗുൺ അല്ലെങ്കിൽ കുഷാക്ക് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന്, കാരണം ഇങ്ങനെ പുറത്തേക്കോടൊക്കെ ഇങ്ങനെ ഓർഡർ അടുപ്പൊക്കെ ഒരു ഡ്രീം വണ്ടി ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ പൊതുവെ ഈ സാറിന് പോകുന്നത് മഹീന്ദ്ര താറാണല്ലോ. താറിലേക്കാണ്. എനിക്ക് താറിനോട് അത്ര ഒരു തോന്നിയിട്ടില്ല എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്നാ ഇതൊക്കെ കുഷാക്കും എല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് വിചാരിച്ചു എന്നാ മുട്ട അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജീപ്പ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാന്ന്. പിനാക്കിളിന്ന് ചെയ്തേ, ക്രിസ്റ്റിയായിരുന്നു അസിസ്റ്റ് ചെയ്തേ. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് കേറി ഇരുന്ന് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, പിന്നെ എല്ലാ വഴി കൂടെ നമുക്ക് കയറ്റാം. പിന്നെ അവരാണ് നമുക്ക് ആ ചെറിയൊരു ഓഫ് റോഡ് സെറ്റപ്പ് ഒക്കെ വന്നു. ഭയങ്കര രസമായിട്ട് വണ്ടി ഓടി. ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ അതങ്ങ് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ അധികം താമസിച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ലോക്ക് ചെയ്തു. അങ്ങനെ എടുത്ത വണ്ടിയാണ്. ഓടിച്ച് 2 തവണ ഞങ്ങൾ ഓടിച്ചു നോക്കി. 2 തവണ ഓടിച്ചു നോക്കി. പിന്നെ സാറിന്റെ വീഡിയോസ് ഒക്കെ നോക്കിയായിരുന്നു, എല്ലാ റെഫറൻസ് ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ എന്താ പറയാ, ഞങ്ങളുടെ സർക്കിളിലും ഇത് ആർക്കും അധികം ഇല്ല. അപ്പൊ എനിക്കൊന്നൊരു ആഗ്രഹം ഉണ്ടായി, ഒരു ഡിഫറെന്റ് ആയിട്ട് പിടിക്കണം. പിന്നെ ഈ ബ്രാൻഡിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെ എടുത്ത വണ്ടി. ഓൺ റോഡ് ഇതിപ്പോ നമുക്ക് എല്ലാം കൂടെ കഴിഞ്ഞൊരു 28 ആയി. ഈ 28-ന് വർത്താണോ? 28-ന് അതിന്റെ ബിൽഡ് ക്വാളിറ്റി, പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുമ്പോൾ, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ. ഇപ്പൊ ഞങ്ങൾ ബാംഗ്ലൂർ ഫാമിലി ആയിട്ട് പോയി വന്നപ്പോൾ തന്നെയാണെങ്കിലും ക്ഷീണവും നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നേ ഇല്ല. നമുക്ക് എത്ര വേണമെങ്കിൽ ചവിട്ടി കയറ്റാം. പിടിക്കുന്ന സമയം ബ്രേക്ക് പിടിച്ചതൊക്കെ നിൽക്കും. നമുക്ക് ആ കിട്ടുന്ന കോൺഫിഡൻസ്. പിന്നെ ബാക്കിൽ ഇപ്പോ അമ്മയ്ക്കാണെങ്കിൽ തന്നെ ഈ മോഷൻ സിക്വൻസിന്റെ പ്രശ്നമുള്ളത്. പക്ഷെ ഇതിപ്പോ ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നും പറഞ്ഞില്ല. നമുക്ക് ആ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒന്നുമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ ഇതിനെപ്പറ്റി? ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതന്നെ, നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ്, പിന്നെ ബ്രേക്കിംഗ്, പിന്നെ സൺറൂഫ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ വേർത്തല്ല. പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റും നല്ല സീനറി ടൈമിൽ ബ്ലൈൻഡ് അതൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു എന്തെങ്കിലും കൂടി ആകാമായിരുന്നു തോന്നി? അതിപ്പോ നമ്മളിപ്പോ ഈ സെയിം ഇപ്പൊ എന്താ പറയാ കുഷാക്ക് ടൈഗൺ അല്ലെങ്കിൽ 10+ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും
കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ആവാമായിരുന്നു. പിന്നെ ഇതിനിപ്പോ നമ്മളിപ്പോ എടുത്തേക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷനാണ്. ഇതിനിപ്പോ ഫ്രണ്ടിൽ മാത്രമേ എയർ ബാഗ് ഉള്ളൂ. അപ്പൊ പിന്നെ പറഞ്ഞ എന്താ പറയാ, അപ്പൊ ഗ്ലാൻസിലൊക്കെ തന്നെ 360 ക്യാം ഉണ്ട്. ഇതൊന്നും ഡ്രൈവിങ്ങിനെ ബാധിക്കില്ല. പക്ഷെ എന്നാൽ നമ്മള് ഈ കാശ് കൊടുക്കും നമ്മൾ വിചാരിക്കും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി. അതാണ് ഈ MG മോട്ടറും അതുപോലെ കിയയും ഹ്യുണ്ടായും നമ്മളെ വഷളാക്കി വെച്ചിരിക്കുക. ഇഷ്ടം പോലെ ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ക്വാളിറ്റി ഒക്കെ ഉള്ള നമ്മുടെ മനസ്സിൽ ഇതൊന്നും ഇല്ലല്ലോ എന്നൊരു തോന്നില്ലേ. പക്ഷെ ഈ പറഞ്ഞ തന്നെ വണ്ടി കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പവർ കിട്ടും. പിന്നെ എന്താ പറയാ, ആരാണെങ്കിലും ഒന്ന് നോക്കിയിട്ടാ പോകും ജീപ്പ് പോകും. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ ജീപ്പ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ജീപ്പ് എടുത്തൊരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ എല്ലാവരും ചോദിച്ചു. കാരണം ഞാൻ ഐട്ടണിന്ന് മാറുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇതെന്ത് ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പ്രോപ്പർ SUV തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ബ്രാൻഡിനോട് തോന്നിയത്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പുറമേ കൂടെ പോകുമ്പോ കിട്ടുന്ന ലുക്ക്, പിന്നെ ഞാൻ ഓടിച്ചപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഫാമിലി എല്ലാവരും ഓടിച്ചു നോക്കുമ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ട് തോന്നി. ഫ്രണ്ട്സ് വരെ ഓടിച്ചപ്പോഴും പറഞ്ഞു അടിപൊളി വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് എപ്പോഴും ഈ മെയിൻ്റെനൻസ് കോസ്റ്റ് അമേരിക്കൻ വണ്ടികളായതുകൊണ്ട് ആ ആശങ്ക ഇല്ലായിരുന്നു. ഞാൻ ഇത് അങ്ങനെ പ്രശ്നം തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും കാശ് മുടക്കി എടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ മെയിൻ്റെനൻസ് ചെയ്ത് വെച്ച് അതങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുന്നതൊക്കെ. അപ്പൊ ഓഫ് റോഡ് ആണല്ലോ പ്രധാനമായിട്ട് ഇതിന്റെ ഒരു സംഭവം. അത് ഓഫ് റോഡ് ഞങ്ങൾ ചെറുതായിട്ട് പോയി. പക്ഷെ പോയ സ്ഥലത്താണെങ്കിലും സിമ്പിൾ ആയിട്ട് കയറി പോയി, സുഖമായിട്ട് കയറി പോയി, അടിപൊളിയായിട്ട് പോയി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞാൽ ഇതിന്റെ പ്ലാന്റിന്റെ ബാക്കിൽ ഒരു വലിയ ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. അപ്പൊ നമുക്കൊരിക്കലും അവിടെ വണ്ടി ഓടിക്കാൻ തന്നു. ശരിക്കും പറഞ്ഞാൽ 2 വീൽ ഡ്രൈവ് തന്നിട്ട് 4 വീൽ ഡ്രൈവ് ആണെന്ന് നമുക്ക് തോന്നിപ്പോയി. ഞങ്ങൾക്കും അത് തന്നെ തന്നായിരുന്നു. ക്രിസ്ത്യൻ മാം അങ്ങോട്ട് ചവിട്ട് കയറി വണ്ടി അങ്ങ് പൊക്കോണ്ട് അപ്പൊ ഇപ്പൊ പുതിയ EV-കളുടെ കാലഘട്ടമാണല്ലോ. EV-കൾ ഓടിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരെണ്ണം എടുക്കുമ്പോ അപ്പം ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. കാരണം ഇപ്പോഴും അത് എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ചും കൂടെ നോക്കിയിട്ട്. ഐറ്റം വിട്ടിട്ടില്ല, അതിപ്പോ വീട്ടിലുണ്ട്. അതിപ്പോ എന്റെ ബ്രദർ അവനാണ് ഓടിക്കുന്നത്. ഐറ്റനെ പറ്റിയുള്ള അഭിപ്രായം ഒരു ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും? ഐറ്റം നല്ല വണ്ടിയാട്ടോ, ഞാൻ ഏറ്റിടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിച്ച് പഠിക്കുന്നത് ഐറ്ററിലാണ്. ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ വണ്ടിയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കുത്തിക്കയറ്റാൻ പറ്റും. എന്ത് അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഇഷ്ടമാട്ടോ. മൈലേജിന് പ്രശ്നം തോന്നി, അതിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയപ്പോ നമുക്ക് 16 കിട്ടി. പക്ഷെ സിറ്റി റൈഡിൽ 10-11 ആണ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ജീപ്പ് എടുത്തവരാരും ഒട്ടും മോശം പറയില്ല. പക്ഷേ ജീപ്പിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഒരേ മോഡലും കൊണ്ട് നടക്കുന്നു എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അല്ലേ. പക്ഷേ 5-6 പുതിയ മോഡൽ വരാൻ പോകുന്നു ജീപ്പിൽ നിന്നാണ് കേൾക്കുന്നത്. കാരണം സെല്ലാൻഡിസ് വളരെ ആക്റ്റീവാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അതുകൊണ്ട് അതൊക്കെ വരാൻ പോകുന്നു തോന്നുന്നു. എന്തായാലും ഞാൻ എപ്പോഴും പറയാറുള്ളത്, എൻ്റെ വീട്ടിൽ ഞാൻ ഈ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുണ്ടല്ലോ ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവരും, ഈ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയൊക്കെ. ഇത് കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് നമുക്ക് ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ. കാരണം എൻ്റെ ഇന്റീരിയർ ബ്ലാക്ക് ആയി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ, അമേസിംഗ് ആണ് ഇന്റീരിയർ എന്ന് പറയുന്നത്. അത്രയും രസകരമായ വാഹനമാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിംഗ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഒരു കിയ സെൽറ്റോസിൻ്റെ ഓണറെ പരിചയപ്പെടാം. നമസ്കാരം. ഈ സെൽറ്റോസിൻ്റെ കാര്യത്തിൽ ആദ്യമേ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു ദോഷവും കുറ്റവും പറയാൻ സാധ്യതയില്ല എന്നുള്ളത്. നമ്മൾ എന്നാലും ചോദിച്ചു നോക്കാം. ഏത് വേരിയൻ്റ് അത്, ഓട്ടോമാറ്റിക്കോ? ഇത് IMT ആണ്. IMT ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ക്ലച്ച് ഇല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗിയറുള്ള വണ്ടി, ഒരു സോണറ്റ് അങ്ങനെ പ്ലാൻ ചെയ്താണ് പോയത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ കുറച്ച് ഇഷ്ടമാണ്. എക്സ്ട്രാ ഫിറ്റിങ്സിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ IMT എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നില്ലേ? ഇല്ല ഉണ്ടായിരുന്നു. ഈ നമ്മളൊരു കയറ്റം കയറാ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഭയങ്കര രസം ഓടിക്കാൻ അല്ലേ. നമ്മളൊരിക്കൽ നെല്ലിയാമ്പതിക്ക് ഓടിച്ചു പോയിട്ട് ഒരു IMT വണ്ടിയായിട്ട് പോയിട്ട് നമ്മൾ ശരിക്കും ഹെയർ പിന്നിലൊക്കെ അത് ശരിക്കും എൻജോയ് ചെയ്ത് ചവിട്ടി പിടിച്ച്. ഇപ്പോൾ അത് ഞാൻ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ട് 3 വർഷമായി. 91,000 കിലോമീറ്ററായി. 3 വർഷം കൊണ്ട് ജോലി അതൊന്നും ചോദിച്ചില്ല. എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ ആണ്. ഞാൻ ആർക്കിടെക്ചർ ലൈറ്റ്സിൻ്റെ കൺസൾട്ടിങ്, പ്ലാനിങ്, ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. ആർക്കിടെക്ചർ അതായത് ഇപ്പോൾ ഒരു ആർക്കിടെക്ചറിന് അവരുടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതും, ഏതൊക്കെ ടൈപ്പ് ലൈറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളതിനും, അതെങ്ങനെ ഏത് ലൈറ്റാണ് അവർക്ക് കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത്. പിന്നെ ഇപ്പോൾ പണ്ട് നമ്മൾ ലൈറ്റ് മേടിച്ചിരുന്ന പോലെയല്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ ഒരു മിനിമം ഒരു 20ഓളം സ്പെക്ക് നോക്കിയാലാണ് ഒരു ലൈറ്റ്
നമുക്ക് ഏത് എടുക്കണം എന്നുള്ളത്. ഞാൻ അടുത്ത കാലത്ത് അമ്പലത്തിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വൈഫ് ഹൗസ് ഒന്ന് റിനോവേറ്റ് ചെയ്ത സമയത്ത് നമ്മളതിൻ്റെ കുറേ ലൈറ്റുകൾ വെച്ചു. ഈ ലൈറ്റ് എല്ലാം കൂടെ 10,000 രൂപ ഉള്ളൂ. ഈ LED അല്ല അത് പക്ഷെ പെട്ടെന്ന് പോകുമല്ലേ? ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന ഒരു 500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള ലൈറ്റാണ് ഇവിടെ നിലവിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഓരോ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വണ്ടി പറയുന്ന പോലെ തന്നെ ഇപ്പം മാരുതി എല്ലാം കാർന്നാ പറയുന്നത്, പക്ഷേ ഇതെല്ലാം ചൈനയാണോ? ഈ 10,000-ൻ്റെയും ചൈനയാണോ 500-ൻ്റെയും ചൈനയാണോ? ഓൾമോസ്റ്റ് ഇവിടെ ചൈന തന്നെയാണ്. പക്ഷേ ചൈന ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, സ്പെക്ക് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് എല്ലാം അതുപോലെയൊക്കെ തന്നെയാണല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടോ? ഇപ്പം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് ലൈറ്റിൻ്റെ ഒരു കൺസൾട്ടൻറ്റിന് നേരത്തെ ഉണ്ടായിരുന്നില്ല, ഇപ്പം ഉണ്ട്. ഉണ്ടല്ലോ. ഇപ്പം അങ്ങനെ ഇപ്പം എല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് മാറ്റി ചെയ്യുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലീഡിങ് ആർക്കിടെക്ട്സിൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഗ്രാൻഡ് ഹയാത്ത് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഹയാത്തിൻ്റെ ലോബിയിലുള്ള ഫ്ലോർ ലാംപ്സും ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തതാണ്. ശരി. അപ്പോൾ അതും ചൈന തന്നെയാണ്, പക്ഷേ സുപ്പീരിയർ ക്വാളിറ്റി ആണ്. അല്ല, അത് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്. ഞങ്ങളിവിടെ തന്നെ മാനുഫാക്ചറിങ്. അതിപ്പോൾ ആർക്കിടെക്ട് ചിലപ്പോൾ ഡിസൈൻ ചെയ്ത് തരും. അപ്പോൾ അത് അവരൊരു കൺസെപ്റ്റിലുള്ള ലൈറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. കസ്റ്റമൈസ് കൊടുക്കും. അപ്പോൾ മെറ്റൽ, ഫാബ്രിക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കും. എന്താ കമ്പനിയുടെ പേര്? ഗ്ലോവിംഗ് ലൈറ്റിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഓഫീസ് വരുന്നത് ലുലുവിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, മറ്റേ അല്ലമീൻ സ്കൂളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ജോലിയാകുമ്പോൾ ധാരാളം ഓട്ടം ഉണ്ട്. ഉണ്ട്. ഞങ്ങളിപ്പോൾ പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെ ഒരുപാട് ഏരിയകളിൽ കവർ ചെയ്യുന്നു. അപ്പോൾ അതിനും ഉപയോഗിച്ചിരുന്നത് ഇതിനു മുമ്പ് ഒരു i20 ആയിരുന്നു, അതും ഡീസലാണ്. അതിനു മുമ്പ് ഒരു ഫിഗോ ആയിരുന്നു, അതും ഡീസലാണ്. പിന്നെ പെട്രോൾ ഉപയോഗിച്ചത് ഒരു മൈക്ര ആയിരുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ എടുത്താണ്. അപ്പോൾ ഈ IMT-യിലേക്ക് വരുമ്പോൾ പലരും പറഞ്ഞില്ല IMT വേണോ എന്നൊരു സംശയം. എനിക്കും ഉണ്ടായിരുന്ന ആ ഒരു സംശയം. ഞാൻ ഹുണ്ടായിൽ പോയായിരുന്നു. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്തില്ല. അവർ IMT ഉണ്ട്, നിങ്ങളത് എടുക്കണ്ട എന്നാ പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ സെൽറ്റോസിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് ഞാൻ പിന്നെ IMT ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എടുത്താണ്. ഈ വേരിയൻ്റ് എല്ലാം എടുക്കാൻ സത്യത്തിൽ ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ അനിയനുണ്ടായിരുന്നു, അവനാണ് സെൽറ്റോസ് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് IMT-ക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ടോ? ഉണ്ട്. എനിക്കിപ്പോൾ നോർമൽ ഇപ്പോൾ സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു 14 ഉണ്ട്, അല്ലെങ്കിൽ ഒരു 15, അല്ലെങ്കിൽ 30 ഒരു ആവറേജ്. പ്ലസ് നമ്മളിപ്പോൾ ഒരു പാലക്കാടൊക്കെ പോകണം. പാലക്കാട് എനിക്ക് മിനിമം എപ്പോഴും ഓട്ടോ ഉള്ളതാണ്. ഒരു 21, 22 എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ആദ്യം പെട്രോൾ വണ്ടിയായിരുന്നു. അപ്പോൾ അവന് 10 ഇട്ടിരുന്നു വെച്ചാൽ. അവൻ പിന്നെ അതിന് ചോദിച്ചതിന് ശേഷം അവൻ പോയി പിന്നെ അൽക്കസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് പറയാനുണ്ട്. ഇതിന് അത്യാവശ്യം നമുക്ക് മൈലേജ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇത് സർവീസിന് കൊടുക്കാൻ നേരത്തെ ഞാൻ അങ്കിളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് സ്വിഫ്റ്റാണ്. അത് പക്ഷേ എനിക്ക് ഒട്ടും പറ്റില്ല. നിസ്സാര കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഈ നമ്മൾ പമ്പിൽ കയറാനുള്ള ഒരു ഇത് വരുന്നത്. എത്ര അന്ന് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 40,000 എനിക്ക് അവർ എക്സ്ചേഞ്ച് ബോണസ് തന്നു. പിന്നെ ഒരു ഇൻഷുറൻസിലൊരു 15,000 വന്നു. അങ്ങനെ ഏകദേശം എനിക്കൊരു 1 lakh അടുത്ത് കിട്ടി ഒരു ഓഫർ. അപ്പോൾ ഒരു 18 lakhs വന്നു. അപ്പോൾ എന്നാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹുണ്ടായി ക്രെറ്റ ഒക്കെ, ഹുണ്ടായിക്കാണെങ്കിലും കിയക്കാണെങ്കിലും ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. ഇപ്പോൾ എനിക്ക് പുഷ് സ്റ്റാർട്ട് ബട്ടൺ അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ സ്റ്റീരിയോ എനിക്ക് പുറത്തുനിന്ന് കയറ്റാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിലെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ? പക്ഷെ സത്യത്തിൽ കുറവൊന്നുമില്ല. കാര്യം ശരിക്കും സർവീസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, കിയയിൽ ചെന്ന് കഴിഞ്ഞാൽ സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് സർവീസിൻ്റെ കാര്യത്തിൽ. ഇപ്പം എനിക്കൊരു ഇതുപോലെ ഒരു പ്രാവശ്യം കംപ്ലയിൻറ്റ് വന്നപ്പോഴും കേട്ടിസി കാർ തരുവാനും അവർ ഫോളോ അപ്പ് ചെയ്യാനും എല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്തു തരാനും അത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഞങ്ങളൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താലും ഇപ്പോൾ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരു അർജൻറ്റാണ് എനിക്ക് എങ്ങനെയും എന്നാലും അവരെങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു സർവീസ് തരാനും ഒക്കെ അവർ ഭയങ്കര. അപ്പോൾ ഹുണ്ടായി i20 ഉപയോഗിച്ചിരുന്ന ആളെന്നുണ്ടെങ്കിൽ ഹുണ്ടായേക്കാളും ബെസ്റ്റ് സർവീസ് ആയിട്ടാണോ കിയ ഫീൽ ചെയ്യുന്നത്? ഹുണ്ടായിനേക്കാളും ബെസ്റ്റ് സർവീസ് ആയിട്ടാണ് എനിക്ക് ഒരു സർവീസിൽ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ പറയും, വണ്ടി എടുക്കാൻ നേരത്തെ ഇതിങ്ങനെ ഒരു സർവീസിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഇതാണ്. ഇഞ്ചോൺ അല്ലേ? ഇഞ്ചോൺ ഈ പറഞ്ഞാൽ ഇവിടെ വരുന്നവരെല്ലാവരും ഇഞ്ചോണെ പറ്റി നമ്മൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടോ. നമ്മുടെ ആദ്യ കാലത്ത് ആർട്ടിഫിഷ്യൽ തുടങ്ങിയ സമയത്ത് കിയ സർവീസിനെ പറ്റി ഒരാൾ ഭയങ്കര ഗംഭീരമായിട്ട് നമ്മുടെ ഇതിൽ പ്രദർശനപ്പെട്ട ആളാണ്. പിറ്റേ ദിവസം ഇഞ്ചോൺ കെയിൽ നിന്ന് കുറെ ഗിഫ്റ്റ് ആയിട്ട് ഇതിന്റെ വീട്ടിലാണെത്തി. അല്ല, അതും ഒരു സംഭവമല്ല, അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് പറയണേന് ഇപ്പോൾ അവര് അത് കഴിഞ്ഞിട്ട് വിളിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു സാർ, നമ്മൾ 10 out of 10 ഒരിക്കൽ കൊടുക്കാറുണ്ട്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനേജേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സെയിൽസ് സർവീസിലിരിക്കുന്ന എല്ലാവരും അത് കസ്റ്റമർ ആ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് 90,000 കിലോമീറ്ററായി. ഇനി എന്താ പരിപാടി? എത്ര കാലം ഉപയോഗിക്കും? ഇതെന്തായാലും ഞാനൊരു 3 വർഷം കൂടി ഉപയോഗിക്കും. ആണോ? ആ, ഉപയോഗിക്കാനുള്ളതുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ധൈര്യത്തോടെ ഒട്ടും പഴക്കം തോന്നുകയില്ലല്ലോ നമുക്ക്. ഇല്ല ഇപ്പോൾ സർവീസ് കോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് 12,000 ഒക്കെ ഇപ്പോൾ ഈ 70 ആയപ്പോൾ അത്രയും വരുന്നുണ്ട്. പിന്നെ 80 ചെയ്തു, ഇപ്പോൾ കഴിഞ്ഞുള്ളൂ സർവീസ്. 12,000 ഒക്കെ വരും, 13,000 സർവീസ് കോസ്റ്റ് വരും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഹാപ്പിയാണ്. വേറെ മേജർ കംപ്ലൈൻറ്റുകളോ അങ്ങനെ കാര്യങ്ങളോ, ഇപ്പോൾ മൈലേജ് അതൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരും സംബന്ധിച്ചിടത്തോളം. ടയർ മൈലേജും ഉണ്ട്. ഞാൻ വണ്ടി എടുത്ത് 47 എന്തോ ആയപ്പോഴാണ് ടയർ മാറ്റിയത്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ടൊരു കാര്യമാണ്. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. ഇ വി ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളിയുടെ ഇ വി ആയിരുന്നു. അപ്പോൾ അതിലിങ്ങനെ സംസാരം ഉണ്ടായി എന്താണ് മൈലേജ്. അപ്പം എൻ്റെ വണ്ടി ഇത്ര ഓടിയത് അവർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഇത്രയും കാശ് ആകില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്ക് ആ ബാക്കിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു കംഫർട്ടൊന്നും തോന്നിയില്ല. ബാക്കിൽ എപ്പോഴും ഇതിന് താഴെ ഈ ബാറ്ററി പാക്ക് ഉള്ളതുകൊണ്ട് കാല് നമ്മൾ തൈ സപ്പോർട്ട് കിട്ടില്ല. തൈ സപ്പോർട്ട് ഇല്ല. എപ്പോഴും ഇത്തിരി പ്ലാറ്റ്ഫോം ഉയർന്ന. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല. പിന്നെ പലരും ഇങ്ങനെ ടയർ മൈലേജ് ഇല്ല, ഇതാണ്, പിന്നെ റീസെയിൽ വാല്യൂ ഇല്ല. ഇല്ല. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ ഡീസൽ അടിക്കുന്നു. അപ്പം ഏതെടുത്താലും ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ വിനയിലും കുറച്ചുകൂടി പെർഫോമൻസ് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇത് സെൽറ്റോസിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുറ്റം ആരും പറയില്ല. അല്ലെങ്കിൽ കിയ പോലത്തെ കമ്പനി നമ്മൾ ശരിക്കും ഇന്ത്യക്കാർ കേട്ടിട്ടില്ലാത്തൊരു കമ്പനിയാണ്. വന്ന് എത്ര പെട്ടെന്ന് ഇവർ ഫസ്റ്റ് ഇയറിൽ ലാഭം ഉണ്ടാക്കിയ കമ്പനിയാണ്. പിന്നെ ഈ സർവീസ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പോൾ എത്ര നല്ല വണ്ടിയാണെന്ന് പറഞ്ഞാലും സർവീസ് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ മാറും, പുറകിലേക്ക് മാറും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന വണ്ടി, എത്ര ഓടിച്ചാൽ നിങ്ങൾക്ക് മടുക്കാത്ത വണ്ടി, പക്ക ഒരു ഫാമിലി വാഹനം കിയ സെൽറ്റോസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതെങ്കിലും പുതിയ വീടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഉപദേശമായിട്ട് സമീപിക്കും. തീർച്ചയായിട്ടും. ഇനി ഒരു ബലേനോ ഉടമയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ വർഷങ്ങളോളം 8 വർഷം ഉപയോഗിക്കുകയും 7,20,000 രൂപയ്ക്ക് വാങ്ങിക്കുകയും 5,20,000 രൂപയ്ക്ക് 8 വർഷത്തിന് ശേഷം വിൽക്കുകയും ചെയ്തു. അത്രയും എനിക്ക് തോന്നുന്നില്ല റീസെയിൽ വാല്യൂ ഒന്നിനും കിട്ടില്ല. പക്ഷേ അന്നത് CVT ആയിരുന്നു. പക്ഷേ AMT ഉള്ളൂ, ഓട്ടോമാറ്റിക് എന്നേ ഉള്ളൂ. അപ്പോൾ പരിചയപ്പെടില്ല. പേര് ഷിബു. എന്ത് ഷിബു? ഞാനൊരു IT സോഫ്റ്റ്വെയർ കമ്പനി ഉടമയാണ്. ഇവിടെ കൊച്ചി തന്നെ ഓഫീസാണ്. എന്താണ് മെയിൻ AI ആണോ? AI ഉണ്ട്. AI ഇല്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റാത്ത സെറ്റപ്പാണ്. സോ വർക്കിംഗ് എല്ലാം AI മാറും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാം. അതിൽ തന്നെ പോകും. അപ്പം ഇവിടുത്തെ തന്നെയാണോ കൊച്ചി? കൊച്ചി തന്നെ. വീട് വൈപ്പിനാണ്, നേറ്റീവ് പ്ലേസ്. ഓഫീസ് എവിടെയാണ്? ഓഫീസ് കളമശ്ശേരി. അപ്പോൾ ദിവസവും വൈപ്പിൻ ടു ട്രാവലുള്ളതാണ് നമുക്ക്. എത്ര നേരം എടുക്കാറുണ്ട് രാവിലെയൊക്കെ? രാവിലെ ഒരു 40 മിനിറ്റ്സ് ആ റേഞ്ചിലായിരിക്കും. ഡിപ്പെൻസ് അപ്പോൺ ഏത് ടൈമിനാണ് നമ്മളുടെ ഓഫീസ് ടൈമിനാണെങ്കിൽ ഏകദേശം 40 ആണ്, അല്ലെങ്കിൽ ഒരു 30-35 ആ റേഞ്ചിലങ്ങ് പോകും. അപ്പോൾ ഇത് മാനുവലോ ഓട്ടോമാറ്റിക്കോ? മാനുവൽ വണ്ടി. അപ്പോൾ മാനുവൽ രാവിലെ ഈ പറഞ്ഞ ഫുൾ സിറ്റി കൂടെ ഓടുമ്പോൾ ഒരു ബുദ്ധിമുട്ട്? ഫുൾ സിറ്റി കൂടി ഓട്ടാൻ ഇതും കൊണ്ട് അത്ര സുഖകരമായ പരിപാടി ആയിരിക്കുമല്ലോ ഒരു മാനുവൽ വണ്ടി. പക്ഷേ ഞാൻ കൂടുതൽ ഇപ്പോൾ കണ്ണൻ റോഡ് വഴിയാണ് ട്രാവലിംഗ് എങ്കിൽ വലിയ പ്രശ്നമില്ല, എനിക്ക് അവിടെ നിങ്ങൾ പോരാം, പ്രശ്നമില്ല. സിറ്റി കയറി പോരും മാനുവൽ അത്ര സുഖകരമായ ഏർപ്പാടല്ല. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3 ഇയർ കഴിഞ്ഞു. 3 വർഷം മുമ്പ് ഈ ഒരു പ്രശ്നം മനസ്സിൽ കണ്ടില്ല? അപ്പോൾ സിറ്റി ആണ് കുഴപ്പമില്ല. ഞാൻ പിന്നെ റെഗുലർ യൂസിന് അങ്ങനെ അങ്ങോട്ട് എടുത്തു എന്നുള്ളൂ സംഭവം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ നോക്കില്ല എന്നുള്ളൂ. ഈ മാരുതി ഫാൻ ആയതുകൊണ്ടാണോ ബലേനോയിലേക്ക് എത്തിയത്? എനിക്ക് ആക്ച്വലി അതിനേക്കാളും അപ്പുറം ഞാൻ വേറെ വണ്ടിയായിരുന്നു നോക്കി വെച്ചിരുന്നത്. പക്ഷേ ഈ ഡിസൈനും ഇതും ഞാൻ ഇറങ്ങി ആ സമയത്ത് ഞാൻ എടുക്കണതിന് കുറച്ച് മുമ്പാണ് തോന്നുന്നു ഈ കളറും എനിക്ക് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടി കുഴപ്പമില്ലായിരുന്നു. നേരത്തെ വണ്ടിയെ പറ്റി എനിക്ക് ബലേനോ നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെയാണ് വണ്ടിയിലേക്ക് വരാൻ കൂടുതൽ കാര്യം. ഇതിനകത്തേക്ക് ഫൈനലൈസ് ചെയ്തത്. എന്നിട്ട് എന്താണ് ആഫ്റ്റർ 3 ഇയേഴ്സ് ചോദിക്കുമ്പോൾ എന്താണ് ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം? വണ്ടിയിൽ ഞാൻ കംഫർട്ടാണ്. ഈ വണ്ടിയുടെ ലിമിറ്റിൽ നിന്ന് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് കംഫർട്ടാണ്. ഈ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മോർ ദാൻ ഞാനിപ്പോൾ ഒരു 62 കിലോമീറ്റേഴ്സായി, 62,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് വണ്ടി. ഈ 3 ഇയറിൽ തന്നെ ഓടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടിയിൽ കേസ് അങ്ങനെ ഉണ്ടായിട്ടില്ല, വേറെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കേസുകളിൽ. അങ്ങനെയുള്ള എത്ര രൂപയായിരുന്നു അന്ന് ഓൺ റോഡ്? 11 സംതിങ്.
മാരുതിയുടേതായ ചില പ്രശ്നങ്ങൾ പലരും പറയുന്നത് വെയിറ്റ്ലെസ്നെസ് ആണ്, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ? അങ്ങനെ വലിയ ഫീലൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ആ കേസിൽ. വണ്ടിയിലൂടെ ഇപ്പം ഞാൻ ഇവിടെ പല മിക്കവാറും എനിക്ക് ട്രാവലിംഗ് ഉള്ളതാണ്. മിനിമം ഏകദേശം 150 കിലോമീറ്റേഴ്സ് എങ്കിലും ഡെയിലി എങ്കിലും ഓടി പോകാറുണ്ട്, മിക്കവാറും ഓടി പോകാറുണ്ട്. അപ്പോൾ നല്ല ഹൈവേയിൽ നല്ല സ്പീഡിൽ നല്ല സ്റ്റെബിലിറ്റിയിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അറൗണ്ട് നമുക്ക് ഇവിടെ ലിമിറ്റ് ഒരു 90-95 വരെയൊക്കെയും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ആ സ്പീഡിലൊന്നും ഓടിക്കണില്ലെങ്കിലും നോർമലി ഒരു 60 കിലോമീറ്റർ ഓടിക്കുമ്പോൾ പ്രശ്നങ്ങളില്ല. മേ ബി അറൗണ്ട് ഇപ്പോൾ പുതിയ ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ അറൗണ്ട് 90-95 100 വരെയൊക്കെ ഓടിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. അവിടെയൊന്നും പ്രശ്നമില്ല. അതിന് മുകളിൽ നമ്മളൊരു ലൈഫ് കളഞ്ഞിട്ടുള്ള ഓട്ടം ഉണ്ടാവാറില്ല. മൈലേജ് എങ്ങനെയുണ്ട്? അറൗണ്ട് ഒരു 17 അടുത്ത് ഹൈവേയില് 70. ഞാൻ കൂടുതൽ ഹൈവേയിൽ ഓടണേക്കാളും കൂടുതൽ അകത്ത് ഓടണതുകൊണ്ട് ആവറേജ് എനിക്ക് കിട്ടുന്നത് 17 ആണ്. അല്ലെങ്കിൽ ഹൈവേയിലായിട്ട് ഓടുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറും. അതിൽ ഇപ്പോൾ 19 അടുത്ത് വരെ വരാറുണ്ട്, അതിൽ കൂടുതൽ വരാറില്ല. ഈ മാരുതിയുടെ വണ്ടികൾക്ക് പൊതുവെ സർവീസ് കോസ്റ്റ് കുറവാണ് എന്നൊരു അഭിപ്രായമുള്ള, അതാണോ? അങ്ങനെയാണോ? അത് തീരെ കുറവൊന്നും ഇല്ല, ഒരു ആവറേജ് കോസ്റ്റ്. അതായത് ബേസ് വാല്യൂ ഫോർ മണി എന്നുള്ളതാണല്ലോ. ഒരുപാട് ഓവർ കോസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരു 10 രൂപയ്ക്ക് അടുത്തൊക്കെ എത്തുമോ? 10 രൂപ എന്നല്ല, ഒരു 5 രൂപ ആ റേഞ്ചിലേക്കാണ് പോകുന്നത്. ഇയറാകുമ്പോൾ പിന്നെ കമ്പനി സർവീസിൽ തന്നെയാണ് പോകണതെല്ലാം പോയേക്കുന്നത്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് വരെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കുറച്ചും കൂടി വന്നിട്ടേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ ഇത്ര ഓടിയിട്ട്? ഓട്ടത്തിൻ്റെതായ പ്രശ്നം വന്നിട്ടില്ല. എവിടെയും പറ്റി സ്ക്രാച്ചാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവണേ. ഇപ്പോഴും ഒരെണ്ണം ചെയ്യാനുണ്ട്, ഇതിന്റെ പുറകിൽ ഒരെണ്ണം ചെയ്യാനുണ്ട്. അത് ഈ ഇവിടെ കാക്കനാട് വെച്ചിട്ടൊന്ന് വണ്ടി സ്ക്രാച്ച് വന്നിട്ടുണ്ട്. രക്ഷയില്ല. അത് ലോറിക്കാരങ്ങളെ വന്നാണ്. എനിക്കും ലോറിക്കാരനെ നിർത്താനുള്ള ഗ്യാപ്പില്ല, എനിക്ക് ഒന്നും പറയാനില്ല. ആളും പോയി നമ്മളും പോയി. അപ്പൊ ഇനി സാധാരണ ഇതിൽ നമ്മളൊരു 3 വർഷം മുമ്പ് പോലും ആലോചിക്കുമ്പോൾ പൊതുവെ നമ്മൾ SUV ചിന്തിക്കാം. ഇനിയിപ്പോൾ SUV-യിലേക്ക് പോകും. SUV-യിലേക്ക് പോകണം ഉണ്ട്. മേ ബി ഞാനൊരു 5 ഇയർ കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മാറ്റുമ്പോൾ എനിക്കൊരു SUV-യിലേക്കാണ്. EV ആയിരിക്കുമോ പെട്രോൾ? EV ആവാനാണ് ഇനി ഒരു ചാൻസ് സാധ്യത. അതുള്ളൂ. EV ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? EV അത്യാവശ്യം ഓടിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ റെഗുലർ യൂസ് ചെയ്തിട്ടില്ല വണ്ടി. അപ്പോൾ EV പൊതുവെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ EV എടുക്കാൻ സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ EV-യെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ് നമ്മളിപ്പോൾ. അല്ല, ഇനി എന്തായാലും അടുത്ത ജനറേഷൻ ഇപ്പോൾ EV ഇറങ്ങി കുറേ ആയി, മാർക്കറ്റ് സ്റ്റെബിലിറ്റി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു നമ്മൾ അത്രയും വലിയ അനലിസ്റ്റ് അല്ലെങ്കിലും EV ഓടും. ഇനി ഞങ്ങളുടെ അടുത്ത ജനറേഷനിൽ EV വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ആ കേസിൽ. സോ അപ്പോൾ ഏതാണ് എന്തെങ്കിലും മനസ്സിലുണ്ടോ ഒരു വണ്ടി? ഇപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഡിസൈഡ് ചെയ്യാം. ഞാൻ 2 ഇയർ ഉണ്ടല്ലോ, മേ ബി ഇനി എൻ്റെ മോഡലും വരും, പുതിയ ഡിസൈൻ വരും ഒക്കെ വരുമ്പോൾ എനിക്ക്. പിന്നെ മഹീന്ദ്രയുടെ വണ്ടി പൊതുവെ ഇഷ്ടമാണ്. അത് പിന്നെ കുറച്ചും കൂടി നല്ല കളർ കോമ്പിനേഷൻ, ഇതും കൂടി വണ്ടി ക്യൂട്ടാണെങ്കിൽ നല്ലതെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അങ്ങനെ അതും ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാരുതിയുടെ വണ്ടികൾ തലവേദന ഉണ്ടാക്കില്ല എന്നുള്ള ഇതുവരെ അങ്ങനെ ഒരു തലവേദന എനിക്ക് വന്നിട്ടില്ല. അത് നമ്മൾ മറ്റു പുതിയ ഈ പറഞ്ഞ തലമുറ വണ്ടികൾക്കെല്ലാം ഈ പ്രശ്നങ്ങൾ വഴി നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും വഴി കടത്തൂല. 100% ഗ്യാരണ്ടിയാണ്. എനിക്ക് ഇപ്പോഴും മിസ് ചെയ്യുന്ന വണ്ടി എൻ്റെ പഴയ ബലെന. എനിക്ക് ആദ്യത്തെ ബലെന ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഉണ്ടായിരുന്ന ബലെന ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഷേപ്പ് വന്ന ഈ ഇതും വാങ്ങിച്ചു. എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പുതിയ വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ കാണാം. പുതിയ വണ്ടി കാണണം. എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. പ്രവാസികളായ നമ്മുടെ പ്രേക്ഷകരോടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്, മറ്റാരും അതിനായി വന്ന് സഹായിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് ടേം ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ പ്ലാൻ തിരഞ്ഞെടുക്കുക. കുടുംബത്തെ സ്നേഹിക്കുന്ന ഓരോ പ്രവാസിയും ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് കാണണം. കൂടെ നിങ്ങളുടെ മറ്റ് പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. ബൈ.